വീഡിയോയില് ഈ ഷവർ സെലക്ട് തെർമോസ്റ്റാറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാൻ നമ്മൾ നോക്കിയത്. ഇതിപ്പോ അതിന് മുകളിൽ പറഞ്ഞ സെലക്ടർ സ്വിച്ച് അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നുള്ള നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതാണ് ഐറ്റം. ഇതിൽ എന്തൊക്കെ വേണമെന്ന് നമുക്ക് അത് നോക്കാം. ഇതാണ് ഇതിന്റെ ഔട്ടർ പ്ലേറ്റ് വരുന്നത്. ഇതാണ് ഇത് ഈ സ്വിച്ചുകളാണ് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം. മാനുവൽ വരുന്നുണ്ട്. ഇത് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂസ് ആണ്. പിന്നെ ഒരു 3 നട്ട് വരുന്നുണ്ട്, ഒരു അലങ്കി വരുന്നുണ്ട്. ഇതാണ് അതിന്റെ സ്വിച്ച് മെയിൻ ഐറ്റം വരുന്നത്. പിന്നെ അങ്ങനെ ഒരു സ്കെയില് വരുന്നുണ്ട്. ഇതെന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ 3 സ്വിച്ചുകൾ പ്രസ് ചെയ്യുന്നത് വരുന്ന ബട്ടൺ. ആദ്യം തന്നെ ഈ ടെമ്പററി പ്ലേറ്റ് ഊരി കളയാം. എന്നിട്ട് നമുക്ക് ഇന്നർ പാർട്സ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടെമ്പററി പ്ലേറ്റ് ഊരി കളഞ്ഞതിന് ശേഷം ഇതിന്റെ മെയിൻ ഇന്നർ പാർട്സ് ഇതാണ് വരുന്നത്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് കാണിക്കാം. ഇതിൽ ആരോ മാർക്ക് കാണും. ഈ ആരോ മാർക്ക് 2 സൈഡിലുണ്ട്. ഈ 2 ആരോ മാർക്കും മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, താഴെ ആരോ മാർക്ക് ഉണ്ട്, ഇന്ന് മുകളിൽ ഈ 2 ആരോ മാർക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ. എന്നിട്ട് 4 സ്ക്രൂ ആണ് വരുന്നത്. 4 സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ 4 സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ 4 സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ 3 നട്ട് വരുന്നുണ്ട്. ആ നട്ട് 3ഉം അതും ഇട്ട് വയ്ക്കാം. ഓക്കെ, ഈ 3 നട്ട് കുറച്ച് ബാക്ക് ഇറക്കിയിട്ട് വയ്ക്കുക. ഈ 3 നട്ട് ഇട്ടതിന് ശേഷം ഒരു സ്കെയില് വന്നിട്ടുണ്ട്. സ്കെയില് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇതാണ് സ്കെയിൽ എന്നുള്ളത്. അത് പശേൻ്റെ അത് കയറി കളഞ്ഞതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഇത് വെച്ചതിന് ശേഷം ബ്ലേഡ് വെച്ച് ഇത് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ നട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇടാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ നട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഇട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ഇട്ടതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് ഈ 2 പിന്ന് കാണാം. ആ പിന്ന് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഇതിൽ കറക്റ്റ് ഈ ഹോളിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. കറക്റ്റ് ഇങ്ങനെ ഹോളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കിൽ നട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞാൽ ശരിയാക്കി. ഇത് 2 എണ്ണം വരുന്നുണ്ട്, താഴെയും വരുന്നുണ്ട്. അപ്പോൾ താഴത്തെ പിന്നും അതുപോലെ തന്നെ കറക്റ്റാക്കി വെക്കണം. അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ക്യാപ്പ് ഊരി കളയാം. എന്നാലേ ഈ സ്വിച്ച് വർക്കാവുള്ളൂ. അപ്പോൾ ആ ക്യാപ്പ് ഊരി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ പ്ലേറ്റ് ഉണ്ട്. ഈ ഔട്ടർ പ്ലേറ്റ് പിടിക്കുന്നതിന് വേണ്ടി ഈ റിങ് ഊരി ഇതാദ്യം ഇത് ഫിക്സ് ചെയ്യാം.
ഇത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ ആണ് തന്നിട്ടുള്ളത്. അതും ഇത് ഈ ഒരു കട്ടിങ് ഉണ്ട്, താഴെ വരുന്ന രീതിയിൽ വേണം വിൽക്കാനായിട്ട്. ഇതിനുള്ളിലെ വെള്ളം എന്തെങ്കിലും വന്നാൽ അതിൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ഒലിച്ചു പോകുന്നതിന് വേണ്ടിയാണ് ഈ കട്ടിങ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഔട്ടർ പ്ലേറ്റ് കിട്ടിയാനുള്ള റിങ് ഫിറ്റ് ചെയ്തു. 4 സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ ഈ ഔട്ടർ റിങ് ഫിറ്റ് ചെയ്തു. ഈ ഔട്ടർ റിങ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റ് ഫിറ്റ് ചെയ്യും. ആ പ്ലേറ്റ് ഇപ്പോൾ 3 ബട്ടൺ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ബട്ടൺ ഒരു പൊസിഷനിലേക്ക് കയറുള്ളൂ. ആ പൊസിഷനിലാണ് നമ്മൾ പ്രസ് ചെയ്തിട്ട് അത് കയറും. ഇത് സ്പൗട്ടിൻ്റെ. ഇത് ഷവറിൻ്റെയാണ് വരുന്നത്. ഇത് ഹാൻഡ് ഷവർ. ഓക്കെ, 3 ബട്ടണും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അത് ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ഫിക്സ് ചെയ്തു. ഇതാണ് 3 ബട്ടൺ വരുന്നത്. ഇത് അമർത്തിയ സ്പൗട്ടിൽ വെള്ളം വരും. ഇത് ഷവറിൻ്റെ, ഇത് ഹാൻഡ് ഷവറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ആരും ടെക്നീഷ്യനെ ആരും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരികയും ഉപകാരമാണെന്ന് തോന്നിയാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.